എൻ്റെ പൊന്നു മച്ചാന്മാരെ, എൻ്റെ വീട്ടിലെ കഴിഞ്ഞ 5 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ടി വിയാണ് ഈ കാണുന്ന MI എന്ന് പറഞ്ഞ കമ്പനിയുടെ ടി വി. പക്ഷേ ഇത് പൊളിച്ചു കഴിഞ്ഞപ്പോൾ ഇത് കമ്പനി മാറി. TCL ആണ് ഈ ടി വി ഉണ്ടാക്കുന്നത്. അമേരിക്കൻ ബ്രാൻഡ്, ജർമ്മൻ ബ്രാൻഡ്, ജാപ്പനീസ് ബ്രാൻഡ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ വരുന്ന പല ടി വികളും പണ്ട് ഉണ്ടാക്കിയ ആ ഒരു കമ്പനി തന്നെയല്ല ആ ടി വി ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഇന്ത്യ തന്നെ പല കമ്പനികൾ ഉണ്ടാക്കിയിട്ട് ഇവരുടെ പേര് അടിച്ചുവിടുകയാണ്. ഇതിന്റെ സർവീസൊക്കെ കൊടുക്കുന്നത് എല്ലാം ഒരു ടീം തന്നെയാണ് കൊടുക്കുന്നതും. അതാണ് ഇതിന്റെ ഒരു കളി. അതായത് പണ്ടത്തെ ബ്രാൻഡൊന്നും ഇപ്പോൾ അങ്ങനെ ടി വി ഉണ്ടാക്കുന്നില്ല. LG-നെ കൊണ്ടുള്ള ബ്രാൻഡുകളൊക്കെ ഇപ്പോഴും ടി വി ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ ഓക്കെ, അതൊക്കെ നല്ല ഹൈ ബ്രാൻഡുകളാണ്. അതല്ലാണ്ട് പണ്ട് ഒരു ചെറിയ ചെറിയ ബ്രാൻഡുകളൊന്നും ഇപ്പോൾ അവരുടെ ബ്രാൻഡിൽ ടി വി ഇറക്കുന്നില്ല. നിങ്ങൾ ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് പഴയ കമ്പനികൾ ഇപ്പോൾ ടി വി ഇറക്കുന്നതായിട്ട് കാണാം. പക്ഷെ അതിന്റെ സർവീസ് കൊടുക്കുന്നത് ഒരു ടീം തന്നെയാണ്. നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ലോക്കൽ ബ്രാൻഡ്, കോയമ്പത്തൂർ, കേരളത്തിലേക്കുള്ള ബ്രാൻഡുകളൊക്കെ ഉണ്ടാക്കുന്ന ടി വി. ഇത് ബ്രാൻഡ് എന്ന് പറയാൻ പറ്റില്ല, ലോക്കലായിട്ട് മാനുഫാക്ചർ ചെയ്യുന്നതല്ല, വെറും അസംബിൾ ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ്. ഇവിടെ എല്ലാവിധ ടെസ്റ്റുകൾ ചെയ്തിട്ട് വിടുന്ന ഒരു വീഡിയോസും നമുക്ക് കാണാൻ സാധിക്കില്ല. ചുമ്മാ കുറച്ച് ടി വി ഉണ്ടാക്കുന്നു, അല്ലാണ്ട് ഇതിന്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊന്നും ഒരു വീഡിയോസിലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പിന്നെയാണെങ്കിൽ ഈ പറയുന്ന പോലെ 3 വർഷം റീപ്ലേസ്മെന്റ് കൊടുക്കുന്നു കോയമ്പത്തൂർ, തമിഴ്നാടൊക്കെ. ഇതൊക്കെ എന്ത് റീപ്ലേസ്മെന്റ്? കേടായി കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് കൊറിയർ അയച്ച് അങ്ങോട്ട് കൊടുക്കണം. അതിനായിട്ട് തന്നെ നമ്മൾ ഒരു 1500 രൂപയ്ക്ക് മുകളിൽ തന്നെ ചിലവാക്കേണ്ടി വരും. അങ്ങനെ അങ്ങോട്ട് നമ്മൾ പൈസ കൊടുത്ത് അയച്ചു കൊടുത്തിട്ട് തിരിച്ചു കിട്ടുന്നതോ പുതിയ ടി വി ഒന്നല്ല, അത് സർവീസ് ചെയ്ത ടി വി ആയിരിക്കും. അത് എത്ര ദിവസം ഓടുമെന്ന് ആർക്കും ഒരു ഉറപ്പില്ല. ലോക്കൽ അസംബ്ലി ചെയ്യുന്ന പല ടിവിയുടെ വീഡിയോസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ടി വി തല്ലിപ്പൊളിക്കുന്നു, കയറി ചവിട്ടി പൊളിക്കുന്നു, വന്ന വഴിക്ക് കടയുടെ ഫ്രണ്ടിൽ വെച്ച് എറിഞ്ഞു പൊട്ടിക്കുന്നു, പുതിയ ടി വി എടുക്കുന്നു. ആഹാ, അടിപൊളി. ആ സാധനം മേടിച്ച് കൊണ്ടുപോയിട്ട് കംപ്ലൈന്റ് ആയ ഒരുത്തിന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയത്തില്ല. പിന്നെ എല്ലാ വീഡിയോയിലും നല്ല കുറെ കമന്റ് എടുക്കുന്നുണ്ട്. എന്തിനാണ് ഈ കമന്റ്? ഈ ഒരു ടി വി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഒരു കമന്റും ഒരു ലൈക്കും ഒരു ഷെയർ അടിച്ചു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ടി വി തരും. അത് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആളുകൾ കമന്റ് അടിക്കും, ലൈക്ക് അടിക്കും, ഷെയർ അടിക്കും, വീഡിയോ ക്ലിക്ക് ആവും. അതല്ലാണ്ട് ആ ഒരു ടി വി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ ആർക്കെല്ലാം ഇവർ കൊടുത്തിട്ടുണ്ടോ എന്നൊന്നും ഒരു തെളിവുമില്ല. കൊടുത്തു എന്ന് പറയും, എവിടെ കൊടുത്തു? നല്ലൊരു ടി വി പുറത്തിറക്കിയിട്ട് നല്ലൊരു മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ ഓട്ടോമാറ്റിക്കായിട്ട് വാങ്ങും. അതല്ലാണ്ട് തല്ലി പൊളിച്ചിട്ട് ഈ വക പറ്റിപ്പീസ് പരിപാടികൾ കാണിച്ചു കഴിഞ്ഞാൽ എന്ത് പ്രയോജനം? ആ ഒരു കുറെ കമന്റും കുറെ ലൈക്കും കിട്ടുന്നല്ലാണ്ട് വീഡിയോ പച്ച പിടിക്കുന്നല്ലാണ്ട് വലിയ ഗുണമൊന്നും മേടിക്കുന്ന ആളുകൾക്ക് കിട്ടില്ല. ഈ ലോക്കലായിട്ടുള്ള പല ടിവിയുടെയും KCBയിലേക്ക് കൊടുക്കുന്ന ആ ഒരു കേബിൾ വരെ വളരെ മോശമാണെന്ന് പലരും പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ തല്ലിപ്പൊളിച്ച് കഴിഞ്ഞിട്ടേ വീഡിയോ ചെയ്യുമ്പോഴേ പല പാവപ്പെട്ട ആൾക്കാരും പോയി പെടുന്നുണ്ട്, മേടിക്കുന്നുണ്ട്, മേടിച്ച് കഴിയുമ്പോൾ പണി കിട്ടുന്നുമുണ്ട്. ഒരു ബ്രാൻഡഡ് ടിവിയുടെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ള ടെക്നീഷ്യന്മാരൊക്കെ ഈ കൊറോണ വരുന്ന സമയത്ത് ഡോക്ടർമാർ ഇടുന്ന പോലെ ഫുള്ളായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് തലയിൽ തൊപ്പിയൊക്കെ വെച്ചിട്ട് ഗ്ലൗസ് ഒക്കെ വെച്ചിട്ടാണ് ടി വി ഉണ്ടാക്കുന്നത്. പക്ഷെ ലോക്കലിൽ നിങ്ങൾ കാണുന്ന വീഡിയോ നോക്കിയോ, ചുമ്മാ സാധാ ഡ്രസ്സൊക്കെ ഇട്ട് ഗ്ലൗസ് നിലാണ്ട് ചുമ്മാ പാർട്സൊക്കെ കൈകൊണ്ട് തന്നെ എടുത്തിട്ട് ചുമ്മാ വെച്ച് എന്തൊക്കെയോ കാണിച്ച് തട്ടുകൂട്ടി ഉണ്ടാക്കി വിടുന്നു. ലോക്കലായിട്ട് അസംബിൾ ചെയ്യുന്ന പല ടി വിസും അതിന്റെ ടെസ്റ്റിംഗ് ഒക്കെ വളരെ മോശമാണ്. ഒരു ബ്രാൻഡഡ് കമ്പനി ചെയ്യുന്ന പോലെ ചെയ്യുന്നില്ല. പിന്നെ പല ലോക്കൽ ടി വിക്കും അങ്ങനെ വലിയ വിലക്കുറവൊന്നുമില്ല. അത്യാവശ്യം മെമ്മറിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല പ്രൈസിന് വരുന്നുണ്ട്. നിങ്ങൾ ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ടി വി മേടിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാളും പൈസ കൂടിയാണ് പല ലോക്കൽ ബ്രാൻഡ് ടി വി വെക്കുന്നത്. അത് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ആമസോണും ഫ്ലിപ്കാർട്ടിലും കയറി നോക്കിയാൽ മതി. പിന്നെയാണെങ്കിൽ കണ്ടല്ലോ, നമ്മൾ ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ ടി വി മേടിച്ചിട്ടുണ്ട്. നമ്മുടെ അടുത്തുള്ളവർക്കും കൂട്ടുകാർക്കും വേണ്ടി. അങ്ങനെ വലിയ പണികളൊന്നും വന്നിട്ടില്ല. പിന്നെ നല്ല കമ്പനിയുടെ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാലേ വാറണ്ടിയൊക്കെ കമ്പനി തന്നെയാണ് തരുന്നത്. അത് ആമസോണും ഫ്ലിപ്കാർട്ടിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ നിങ്ങൾ കമ്പനിക്ക് 1 വർഷം വാറണ്ടി കിട്ടുകയുള്ളൂ. നിങ്ങൾ ആമസോണിൽ നിന്ന് മേടിച്ചാലും ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചാലും കടയിൽ നിന്ന് മേടിച്ചാലും അഡീഷണൽ വാറണ്ടി എടുക്കുക. ഒരു 3 വർഷമെങ്കിലും വാറണ്ടി ഉറപ്പാക്കുക. അങ്ങനെയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് 3 വർഷം വരെ പേടിക്കാണ്ട് ഓടിക്കാം. ചില ലോക്കൽ ടി വിയിലൊക്കെ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന OS, അതായത് ആൻഡ്രോയിഡ് ടി വി എന്ന് പറയും, അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ടി വി എന്നൊക്കെ കേൾക്കും, WebOS. ഇതിനകത്തൊക്കെ ഉണ്ടല്ലോ ചിലതിൽ ഒറിജിനൽ അല്ല യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല ആപ്പും വർക്ക് ചെയ്യില്ല. കുറച്ച് കഴിയുമ്പോൾ അപ്ഡേറ്റും കാര്യങ്ങളും ഒന്നും കിട്ടില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിലെ ടി വിക്കായിട്ട് ഒരുപാട് പൈസ മുടക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ കുറച്ച് ടൈം മാത്രമാണ് ടി വി കാണുന്നുള്ളെങ്കിൽ ഒരു 32 ഇഞ്ചിന് ടി വി അടിച്ചാൽ മതി. അതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം ഒരു 10,000 രൂപ താഴെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നല്ല അടിപൊളി ടി വികൾ ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യം എന്താണോ അതനുസരിച്ചുള്ള ഒരു ടി വി തിരഞ്ഞെടുക്കുക, അതാണ് ഏറ്റവും നല്ലത്. അവിടെ നിങ്ങൾക്ക് ആവശ്യത്തിന് മെമ്മറി വേണമെങ്കിൽ മെമ്മറിയുള്ള ടി വി എടുക്കുക. നിങ്ങൾ ടി വി ചാനൽ കേബിൾ ടി വി വെച്ചിട്ട് ടി വി ചാനൽ മാത്രമേ കാണുന്നുള്ളെങ്കിൽ ഒരുപാട് മെമ്മറിയുള്ള ടി വി മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാധാ ടി വി അടിച്ചാൽ മതി. നിങ്ങൾ OTT ഒക്കെ കൂടുതൽ ഉപയോഗിച്ചിട്ട് ഒരുപാട് ആപ്പൊക്കെ കയറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം മെമ്മറിയും അത്യാവശ്യം നല്ല പ്രൊസസ്സറൊക്കെ നോക്കി മേടിക്കണം. അതല്ലാണ്ട് നിങ്ങളാണെങ്കിൽ ചാടി കയറി പോയി മേടിച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നടന്നില്ല എന്ന് പറയരുത്. എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ടി വി വാങ്ങാം, പക്ഷേ നിങ്ങളുടെ പൈസയാണ് നിങ്ങൾ മുടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പലവിധ പരസ്യങ്ങൾ കണ്ടിട്ട് വഞ്ചിതരാവാണ്ട് നല്ലൊരു വാറണ്ടി ലഭിക്കുന്ന ടി വി, ഒരു 3 വർഷം 4 വർഷമൊക്കെ വാറണ്ടി ലഭിക്കുന്ന ടി വി മേടിക്കുക. അതിൻ്റെ പിക്ചർ ക്വാളിറ്റിയൊക്കെ നിങ്ങൾ മറ്റ് കമ്പനിയുടെ ടി വി ആയിട്ട് താരതമ്യം ചെയ്തതിന് ശേഷം മാത്രം വാങ്ങുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറച്ച് മനസ്സിലാക്കണം.